യേശുനാഥൻ പറയുക, നീമ്പിഞ്ഞരെ ഫരീസേയരെ നിങ്ങൾക്ക് ദുരിതം, കാരണം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ സ്വർഗരാജ്യം അടച്ചു കളയുന്നു എന്നാണ് പറയുക. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്ന വ്യക്തികളാണ്. 3 തരത്തിലൂടെയാണ് സ്വർഗരാജ്യം അടച്ചു കളയുക. ഒന്നാമതായിട്ട് ഭൂമിയിലെ സ്വർഗരാജ്യമായ സ്നേഹം നമ്മുടെ കുടുംബത്തിൽ കൊടുക്കാതിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ സ്വർഗരാജ്യം അടച്ചു കളയുക. എങ്ങനെയാ? ഞാൻ സ്നേഹിക്കാതിരിക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, എപ്പോഴും മറ്റുള്ളവരുടെ മേൽ പരാതി പറഞ്ഞ്, എപ്പോഴും ഈ തിന്മയുടെ കണ്ണുകളുമായിട്ട്, എപ്പോഴും സ്വാർത്ഥതകളും അഹങ്കാരങ്ങളുമായിട്ട് കുടുംബത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ സ്വർഗരാജ്യം അടയ്ക്കുക. ആ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ സ്വർഗരാജ്യം, ആ ആയിരിക്കുന്ന കുടുംബത്തിൻ്റെ സ്വർഗരാജ്യം, അമ്മ എന്ന നിലയിൽ, അപ്പ എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. എനിക്ക് സ്നേഹിക്കാനാണോ, അല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൻ്റെ സ്വർഗരാജ്യം അടഞ്ഞു പോകുന്നുണ്ടോ എന്ന്. സ്വർഗം എവിടെയാണെന്ന് ചോദിച്ച് നമ്മൾ മുകളിലേക്ക് നോക്കി നിൽക്കല. നിന്റെ കുടുംബം ഒരു സ്വർഗരാജ്യമാണ്. ആ കുടുംബത്തിലെ സ്നേഹം കാണുമ്പോഴാണ് ദൈവത്തേക്ക് നോക്കാൻ പറ്റുക. അപ്പനും അമ്മയും മനസ്സ് തുറന്ന് സ്നേഹിക്കുമ്പോൾ, മക്കൾ സ്നേഹിക്കുമ്പോൾ അവർ മുകളിലേക്ക് നോക്കി പറയും, ദൈവമേ നന്ദി എന്ന് പറയും. ആ സ്വർഗരാജ്യം അടഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. 2, എൻ്റെ ദുർമാർഗതകൾ, എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ചതിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും, എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാകുമ്പോൾ, ഈ ദുർമാതൃകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗരാജ്യം അടയ്ക്കുകയാണ്. 3ാമതായിട്ട് വിശ്വാസമില്ലാത്ത അവസ്ഥ. പ്രാർത്ഥനയോടും അതുപോലെ ഒരു കാര്യത്തോടും വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു. ഒരു യന്ത്രം സ്വിച്ചിട്ട ഓണാകുന്നു. ആർക്കും ഒരു ഉപകാരമൊന്നുമില്ല. ദൈവത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകുന്നവരെടുത്ത് പോലും അതൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ, എന്തിനാ നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വലിക്കാം. ഇതൊക്കെ സ്വർഗരാജ്യം അടയ്ക്കുക. ഞാൻ എവിടെ നിൽക്കുന്നെന്ന് ചിന്തിച്ചു നോക്കുക. ആരുടെയെങ്കിലും സ്വർഗരാജ്യം അടച്ചു കളയുന്നുണ്ടോ? അവരോട് പറയുന്നു, നിങ്ങൾക്ക് ദുരിതമില്ല.